ചെയ്തത്, ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്തത്. ഒരിക്കലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായികൾ ഇങ്ങനെ ചെയ്യാറില്ല. ഒരു മതത്തിന്റെയും അനുയായികൾ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായികളുണ്ടല്ലോ, ഒരിക്കലും മറ്റൊരു മതത്തിന്റെ ദൈവങ്ങളെ തകർക്കാറില്ല, അവരതാ മോശമാക്കാറില്ല, അവരെ പരിഹസിക്കാറില്ല, അവരെ നിന്ദരാക്കാറില്ല. പക്ഷേ ജനങ്ങൾ മുഴുവനും മുസ്ലിമീങ്ങളാണെന്ന് വന്ന് പറയുമ്പോ അവസാനം അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞതെന്തെന്നറിയോ? സ്വർണ്ണത്തിൽ വേണമെങ്കിൽ ഞാനൊരു വിഗ്രഹം പണിതു തരാം, മാണിക്യത്തിന് വേണോ, നിങ്ങളെ പറയുന്ന എന്തുകൊണ്ട് വേണമെങ്കിലും എത്ര വിലയായാലും ഞാൻ എന്റെ ശമ്പളത്തിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഞാനൊരു ബിംബമുണ്ടാക്കി തരാം. ആ സമയത്തതാ ക്രിസ്ത്യാനികൾ പറഞ്ഞു, അംർ ഇബ്നു ആസ് നിങ്ങൾക്ക് വിഗ്രഹമുണ്ടാക്കണ്ട, ഞങ്ങൾക്ക് സമാധാനമാകണമെങ്കിലോ നിങ്ങളുടെ പുണ്യ നബിയുണ്ടല്ലോ, നിങ്ങളുടെ മുഹമ്മദ് നബിയുണ്ടല്ലോ, ആ നബിയുടെ ഒരു രൂപമുണ്ടാക്കിയിട്ട് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് ആ നബിയുടെ മൂക്ക് ഞങ്ങൾക്ക് ഛേദിക്കണം, ആ മുഹമ്മദ് നബിയുടെ കൈ ഞങ്ങൾക്ക് വെട്ടിമുറിക്കണം, ഇതല്ലാതെ ഒരു പരിഹാരമില്ലെന്ന് പറയുമ്പോ കടന്നുകൊണ്ട് പറയുകയോ നിങ്ങളുടെ നേതാവിന്റെ രൂപമുണ്ടാക്കുവാനോ, നിങ്ങളുടെ കരളിന്റെ കച്ചത്തിന്റെ രൂപമുണ്ടാക്കുവാനോ ഒരിക്കലും നിങ്ങളെ സമ്മതിക്കൂല. നിങ്ങളുടെ പുണ്യനബിയുടെ ശരീരത്തിൽ ഒരു പൊടി പറ്റാ, നിങ്ങളുടെ പുണ്യനബിയുടെ ഒരു പ്രതിമയുണ്ടാക്കിയിട്ട് അതിന്റെ കണ്ണ് മുറിക്കാൻ, അവിടുത്തെ മൂക്ക് മുറിക്കോ നിങ്ങളുടെ മുന്നിൽ വെച്ച് നടക്കില്ല, സാധിക്കില്ലോ. ക്രിസ്ത്യാനികളോട് പറഞ്ഞതെന്തെന്നറിയോ? മുസ്ലിമീങ്ങളുണ്ടല്ലോ, ജീവനോടെ കൈവട്ടി മാറ്റിക്കോ, ജീവനോടെ മൂക്ക് മുറിച്ചു മാറ്റിക്കോ, എന്നാലും ഞങ്ങളുടെ നേതാവിനെ തൊടാ, എന്നാലും ഞങ്ങളുടെ പുണ്യനബിയെ നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുമ്പോ ക്രിസ്ത്യാനികൾ പറയുന്നു, അവിടെന്ന് പറയുന്നു, അമ്പേ ഇവരാരെയും ഞങ്ങൾക്ക് വേണ്ട, ഇവരാരെയും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് ആരെയും അറിയോ? ഇവരിൽ ഏറ്റവും കൂടുതൽ നബിയെ സ്നേഹിക്കുന്നത് നീയാണ്, ഇവരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നത് നീയാണ്, ഇവന്റെ നേതാവ് നീയല്ലേ, ഇവരുടെ നേതാവ് നീയല്ലേ. അതുകൊണ്ട് അംർ ഇബ്നു ആസ് നീ തയ്യാറാണോ, നീ തയ്യാറാണോ? അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, 100 വട്ടം ഞാൻ സമ്മതിച്ചിരിക്കുന്നു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചോ, എന്റെ നേതാവിനെ തൊടല്ലേ, എന്റെ നേതാവിനെ ഒന്നും പറയല്ലേ, എന്റെ നേതാവിന്റെ ബിംബം ഉണ്ടാക്കല്ലേ. അല്ലാഹുവേ, ജനങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. ഗവർണറാണ്, മുസ്ലിമീങ്ങളുടെ നേതാവാണ്, എല്ലാവരും വല്ലാത്ത കരച്ചല, എല്ലാ മുസ്ലിമീങ്ങളും വല്ലാത്ത സങ്കടത്തിലാ. അവിടുന്ന് പറഞ്ഞു, നിങ്ങളാരും അനങ്ങി പോകരുത്, നിങ്ങളാരും ഒന്നും ചെയ്തു പോകരുത്. എന്റെ പ്രിയമുള്ളവരെ, നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞ ദിവസം പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുകയോ. എല്ലാവരും കരയുകയോ, മുസ്ലിമീങ്ങൾ മുഴുവനും വല്ലാത്ത സങ്കടത്തിലാ. ചിരിക്കുന്ന മുഖത്തോടെ നിൽക്കുകയാണ് സഹോദരാ. അവസാനം അവിടുത്തെ മൂക്ക് മുറിക്കുന്നതിന് വേണ്ടി, കൈവെട്ടി മുറിക്കുന്നതിന് വേണ്ടി വാളും പിടിച്ചുകൊണ്ടൊരു മനുഷ്യൻ തന്റെ മുന്നിലേക്ക് കിടന്നു വന്നപ്പോ കൊണ്ട് വെട്ടാവരുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാ. പഠിച്ചവര് പോയാലെന്റെ ജീവനല്ലേ പോകൂ, പോയാലെന്റെ ജീവനല്ലേ പോ, എന്റെ നേതാവിന്
വേണ്ടിയല്ലേ, ലോകത്തിന്റെ നേതാവിന് വേണ്ടിയല്ലേ എന്ന് നാളെ പ്രവാചകൻ സ്വർഗത്തിൽ കൊണ്ടുപോകുമല്ലോ. രാമരെന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു പേടിയുമില്ലാതെ ചിരിക്കുകയാ. വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തിയ മനുഷ്യനുണ്ടല്ലോ, റളിയല്ലാഹു ആ മുഖത്തെ പുഞ്ചിരി കണ്ടപ്പോ സുബ്ഹാനല്ലാഹ് തന്റെ കയ്യിലിരുന്ന് വാളങ്ങ് വലിച്ചെറിയുകയാ. ആ പ്രവാചക സ്നേഹിയെ കണ്ടപ്പോ, ലോകത്തിന്റെ നേതാവിനെ സ്നേഹിക്കുന്ന ഒരു അനുചരനെ കണ്ടപ്പോ തന്റെ കയ്യിലിരുന്ന് വാളങ്ങ് വലിച്ചെറിഞ്ഞിട്ട്, ഇങ്ങനെ ഒരാളെ കണ്ടിട്ട് ഞാൻ നന്നായില്ലെങ്കിലോ ഇനി എന്നാ പടച്ചവനെ നന്നാകുന്നത്? ന്റെ കയ്യിൽ പിടിച്ചിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ കുടക്കികളിലേക്ക് കടന്നു വരുമ്പോ, ചെറുപ്പക്കാരാ, സ്നേഹം അതാണടാ പൊന്നുപോരോ, റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് അതാണടാ പൊന്നുപോരോ. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് പ്രവാചകനോട് മഹബ്ബത്തുണ്ടോ? സ്വന്തം മാപ്പയുടെ തലവെട്ടിക്കൊണ്ടുവന്ന ഒരു സമുദായത്തിന്റെ അനുയായിയല്ലോ. സ്വന്തം പിതാവ് പ്രവാചകന്റെ മുന്നിലേക്ക് കിടന്നു വന്നിട്ടോ അവിടെ നിന്ന് പൊന്നുമകനോട് പറയുന്നയടാ, നീ പിഴച്ചുണ്ടായവനാടാ, നീ പിഴച്ചുണ്ടായവനാടാ. ഒരു മകനും സഹിക്കാൻ കഴിയാത്ത കാര്യമാ. സ്വന്തം പിതാവാണ് പറയുന്നത്, എടാ നിന്റെ ഉമ്മ വ്യഭിചാരിയാടാ, നീ വഴി പിഴച്ചുണ്ടായവനാടാ, ഇറങ്ങി വാടാ എന്ന് തന്റെ പൊന്നുമകനോട് ഉമ്മയെ കുറിച്ച് മോശമായി പറയുന്നു. സഹാബിയോട് പറഞ്ഞു ക്ഷമിക്കാറ്, പഠിച്ചവനെ എന്തു പറഞ്ഞിട്ടും തന്റെ പൊന്നുമകന്, എന്തു പറഞ്ഞിട്ടും തന്റെ പൊന്നുമകൻ ഇറങ്ങി വരില്ല എന്ന് മനസ്സിലായപ്പോ അവിടെ നിന്ന് പിതാവ് പറഞ്ഞു, മുഹമ്മദ് എടാ നിന്റെ കൂടെയുള്ള ആരെങ്കിലും മരിച്ചുപോയാ അവർക്ക് ശഹീദിന്റെ കൂലിയുണ്ടെന്നല്ലേ പറയുന്നത്? ഒരുത്തനെ സ്വർഗത്തിൽ വിടാൻ ഞാൻ തയ്യാറാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് മോശമായിട്ടൊരു വാക്കു പറഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ അനുവാദം ചോദിക്കാൻ നിന്നില്ല. പിടിച്ച വാളുമായി ഇറങ്ങി ചെന്നിട്ട് തന്റെ പിതാവിന്റെ തലവെട്ടി മുറിച്ചിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ കൊണ്ടുവെക്കുകയാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. സ്വന്തം പിതാവിന്റെ തലവെട്ടികെട്ട്, ഉപ്പാന്റെ തലവെട്ടികെട്ട് റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞ, റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞ തന്റെ പിതാവിന്റെ തലവെട്ടികെട്ട് പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് സലാം പറയുമ്പോ റസൂലുള്ളാഹി തലതിരിക്കുകയാണ്. രണ്ടാമതും അവിടുന്ന് സലാം പറയുകയാ. പ്രവാചകന് തലതിരിക്കുകയാണ്. മൂന്നാമതും അവിടുന്ന് സലാം പറയുകയാണ്. പ്രവാചകൻ സലാം അടക്കാതെ വന്നപ്പോ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറയുന്നു, നബിയേ സലാം അടക്ക് നബിയേ. സ്നേഹം ഇതല്ലേടാ ചെറുപ്പക്കാരാ. ഒരു മരക്കുറ്റിക്കുണ്ടായ സ്നേഹമുണ്ടല്ലോ, മരത്തിന്റെ കുറ്റിയുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന് ഖുത്ബ ഓതിയത് ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു നല്ല മിമ്പർ കൊണ്ടുവന്നപ്പോ പ്രവാചകൻ അതെടുത്ത് മാറ്റുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് പ്രഭാഷണം നടത്തി, അല്ലാഹുവിന്റെ റസൂല് പ്രഭാഷണം നടത്തി. അല്ലാഹുവിന്റെ റസൂല് നമസ്കാരത്തിൽ അത്തഹിയാത്തിലിരിക്കുമ്പോ വസമിഅനാ സൗതന ഹനീനാ, ഒരു തേങ്ങല് കേൾക്കുകയാ, ആരോ കരയുന്ന ഒരു തേങ്ങല് കേൾക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആരാണ് മസ്ജിദ് നബവിക്കകത്തിരുന്ന് കരയുന്നതെന്നറിയോ? ഒരു ഈന്തപ്പന മരത്തിന്റെ കുറ്റിയിരുന്ന് കരയുകയാ, ഒരു ഈന്തപ്പന മരത്തിന്റെ കുറ്റിയിരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ കരയുന്നത്? യാ റസൂലല്ലാഹ്, എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ നബിയേ, എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്നെ ഞാൻ ഉപേക്ഷിച്ചില്ല, എങ്കിലും വെളിയിൽ കളയുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മരക്കുറ്റിയുടെ മുകളിൽ കൈവച്ചിട്ട് സമാധാനിപ്പിക്കുകയാ. റസൂലുള്ളാഹി പറഞ്ഞു, സഹാബാ
ഞാനെങ്ങാനും ആ മരക്കുറ്റിയെ സമാധാനിപ്പിച്ചില്ലായിരുന്നെങ്കിലോ ഖിയാമത്ത് നാൾ വരെ ഞാനും നിങ്ങളും മദീനത്ത് ചെല്ലുമ്പോ ആ കരച്ചിൽ നമുക്ക് കേൾക്കാമായിരുന്നു സഹോദര. അതുകൊണ്ടൊരു മരക്കുറ്റിക്ക് പ്രവാചകനോടുള്ള സ്നേഹം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണോ. മക്കൾക്ക് പ്രവാചകനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണോ. പ്രവാചകനോടുള്ള മഹബത്തിനെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മളെ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇരുണ്ട യുഗത്തിൽ ജീവിച്ചിരുന്ന കാട്ടറബികളെ കുറിച്ച് പറയുന്നവരാ. പണ്ടവര് പ്രവാചകനെ കുറിച്ച് മക്കളോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. രണാങ്കണത്തിലെ യുദ്ധം നടക്കുമ്പോ രണ്ട് ചെറിയ മക്കളുണ്ടല്ലോ, പടച്ചവനെ വാളും പിടിച്ചുകൊണ്ട് രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുകയാ. കാവല് നിൽക്കുന്ന സ്വഹാബിയോട് ആ രണ്ട് ചെറിയ മക്കൾ ചോദിച്ചു, ആരാ? അബൂജഹലാ. അബൂജഹലിനെ ഒന്ന് കാണിച്ചു തരുവോ? മക്കള് വാളും പിടിച്ചുകൊണ്ട് രണാങ്കണത്തിൽ ചെന്നിട്ട് അബൂജഹലിനെ തിരക്കുകയാണ്. സ്വഹാബി ചോദിച്ചു, എന്തിനാ മക്കള് നിങ്ങൾ അബൂജഹലിനെ തിരയുന്നത്? അവനെ കൊല്ലാമെന്നതാ, അവനെ കൊല്ലാമെന്നതാ. സ്വഹാബി ചോദിച്ചു, എന്തിനാ നിങ്ങൾ അവനെ കൊല്ലുന്നത്? അവനെന്ന് പറയുന്നവൻ ഞങ്ങളുടെ നേതാവിനെ ചീത്ത വിളിച്ചവനാണ്, അല്ലാഹുവിന്റെ റസൂലിനെ ഉപദ്രവിച്ചവനാണ്, അതുകൊണ്ട് അവന്റെ തലയെടുക്കാമെന്നതാ. ചരിത്രം പറയുന്ന 13 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കളാണ്. വാളും പിടിച്ചുകൊണ്ട് ആരാ? അബൂജഹലാരാ? സഹാബി അവിടെ നിന്ന് കാണിച്ചു കൊടുത്ത കുതിരയുടെ മുകളിൽ വരുന്നവനോ പടച്ചവരെ ചീറിപ്പായുകയാണ്, അതാ പാഞ്ഞെടുക്കുകയാണ്. രണ്ട് കുട്ടികളും കൂടെ പടച്ചവനെ അവിടെ നിന്ന് വെട്ടുകയാണ്. ഒട്ടകത്തിന്റെ കാലിൽ വെട്ടുകൊണ്ടിട്ട് അബൂജഹലതാ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീഴുകയാണ്. അബൂജഹലിന്റെ കാലിൽ വെട്ടുകൊണ്ട് അബൂജഹൽ ഉറകിൽ കിടന്ന വാളുകൾ ചൂരിയിട്ട് ആ ചെറിയ മകന്റെ വലത് കൈയിലേക്കിട്ട് വെട്ടുകയാണ്. അവന്റെ കയ്യിൽ വെട്ടുകൊണ്ടിട്ട് കയ്യിലിരിക്കുന്ന വാള് താഴെ വീഴുകയാണ്. തൊലിയിൽ അവന്റെ കൈയിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഇടത് കൈ കൊണ്ട് വാള് വെച്ചു. ആ പൊന്നുമൂണി യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് വലത് കൈ കിടന്നിങ്ങനെ ആടുകയോ. യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല. പടച്ചവനെ ആ പൊന്നുമകൻ എന്ത് ചെയ്തതെന്നറിയുമോ? മരുഭൂമിയിലേക്ക് തന്റെ കൈ ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് അതാ വലത് കാലിടത്ത് കൈയുടെ മുകളിൽ ചവിട്ടിയിട്ട് ആ നരമ്പില് തൂങ്ങിക്കിടക്കുന്നവന്റെ കൈയുണ്ടല്ലോ വലിച്ചു പറിച്ചിട്ട് എറിയുകയോ. ചെറുപ്പക്കാരാ, സ്നേഹമെന്ന് പറഞ്ഞാൽ അതായിരുന്നടാ പൊന്നുമോനെ. ലോകത്തിന്റെ നേതാവിനെ സ്നേഹിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകനെ ഹൃദയത്തിന്റെ അകത്ത് കൊണ്ടു നടന്നു. സ്വർഗത്തിലും ഒരുമിച്ചാളാ. പ്രവാചകനെ സ്നേഹിക്കുന്നവര് മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമെന്തെന്നറിയുമോ? നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാകളത്തിൽ ഉദിക്കഴിയുമ്പോ ഈ കർണാടകയുടെ പല പ്രദേശങ്ങളിൽ നിന്ന് പല പള്ളികളുടെ പള്ളിക്കാട്ടിൽ നിന്ന് കവറ് പൊളിച്ചിട്ട് പട്ടികളുടെയും പന്നികളുടെയും കഴുതയുടെയും പേപ്പട്ടികളുടെയും പിണ്ടാരങ്ങളിൽ കൊടികുത്തി വെച്ച് കിടങ്ങി നടന്നും കുഷ്ഠരോഗിയെ പോലെ ഭൂതമലയോളം വലുപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ വെച്ചിരിക്കുന്ന കാലി ചലിപ്പിക്കാൻ കഴിയാത്ത പരലോകമുണ്ടല്ലോ. അല്ലാഹുവേ, 15 കോടി കിലോമീറ്ററുകൾ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് ശ്രമിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലല്ലോ. നാളെ ഒരു ചാണ് മുകളിലോ അല്ലാഹുവിന്റെ കോടതിയിൽ സൂര്യൻ ഉച്ച നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ദിവസമുണ്ടല്ലോ. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه. വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടപ്പുറപ്പും കൂട്ടുകാരും കുടുംബക്കാരും എല്ലാവരും തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ. അതിന്റെ മുതൽ ഈസാ നബി വരെയുള്ള സർവ്വ പ്രവാചകന്മാര് നഫ്സി നഫ്സി എന്ന് വിളിച്ചുകൊണ്ട് നാളെ പരലോകത്തുകൂടെ നടക്കുന്ന ദിവസമുണ്ടല്ലോ. ആര് തിരിഞ്ഞു നോക്കാത്ത ദിവസം റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബാ
എല്ലാ പ്രവാചകന്മാർക്കും സ്വർണ്ണത്തിന്റെ ഒരു സിംഹാസനമുണ്ട്. എല്ലാ പ്രവാചകന്മാരും ഇരിക്കുകയാണ്. എങ്കിൽ ഒരു സിംഹാസനം ഒടിഞ്ഞു കിടക്കുന്നു. അതിനകത്തിരിക്കുന്ന നേതാവിനെ കാണുന്നില്ല. തിരഞ്ഞു നോക്കുമ്പോ അല്ലാഹുവിന്റെ അർശിന്റെ താഴെ കിടന്ന് കരയുകയാ. എഴുന്നേക്ക് നബിയേ, വിചാരണ ചെയ്യട്ടെ നബിയേ. എന്തിനാ കരയുന്നത്? അല്ലാഹുവേ, ആ സിംഹാസനത്തിലാണ് ഞാനങ്ങ് കയറിയിരുന്ന. പിന്നെ ഞങ്ങളെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് കടത്തിവിടുമല്ലോ. എന്റെ ഉമ്മത്തിനാരാ അല്ലാഹ്, എന്റെ സമുദായത്തിനാരാ അല്ലാഹ്. അവരെ സഹായിക്കാൻ ആരുമില്ലല്ലോ തമ്പുരാന്, ഞാനല്ലേ ഉള്ള തമ്പുരാന്. എന്നെ സ്നേഹിച്ചവര്, എന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവര്, എനിക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയവര് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഞാനല്ലാതെ ആരുമില്ലല്ലോ തമ്പുരാന്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ ഞാൻ എന്റെ തല ഉയർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ കിടന്ന് കരയുമ്പോ അല്ലാഹു പറയുന്നു, നബിയേ, ഇഷ്ടമുള്ളവർക്ക് സ്വർഗം കൊടുക്കു നബിയേ, ഇഷ്ടമുള്ളവർക്ക് സ്വർഗം കൊടുക്കു നബിയേ. എന്റെ സഹോദരാ, നാളെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ മുഴുവനും അടുത്തേക്ക് വിളിച്ച് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി കൊടുത്തിട്ട് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള പാസ് കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അതിഥികളായി നാളെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്ന് പ്രവാചകൻ പറയുമ്പോ ആഗ്രഹമില്ലേ ചെറുപ്പക്കാരാ? ആഗ്രഹമില്ലേടാ പൊന്നുപോലെ? സ്വന്തം ഉമ്മ പോലും തിരിഞ്ഞു നോക്കാത്ത ദിവസം, വാപ്പ കണ്ട പരിചയം കാണിക്കാത്ത ദിവസം, മക്കളെ സഹായിക്കാത്ത ദിവസം, ആരുമില്ലെങ്കിലും ഞാനുണ്ട് മോനെ, നിനക്ക് സ്വർഗം കിട്ടുന്നത് വരെ ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് കരയുമെന്ന് പറയുന്ന ഒരു നേതാവ് അല്ലാഹുവേ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. പ്രവാചകന്റെ അതിഥിയായിട്ട് പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിച്ചിട്ട് അല്ലാഹുവേ, സ്വർഗത്തിൽ കിടക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹുവേ. സംഘാടകര ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാ. പോകേണ്ടവർക്ക് പോകാ, ഓടേണ്ടവർക്ക് ഓടാ, ഉറങ്ങുന്നവർക്ക് ഉറങ്ങാ, മനസ്സില്ലാത്തവർക്ക് കൈകെട്ടിയിരിക്കാ. ഈ റബീഉ പ്രവാസനത്തിൽ ഇവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് അവരുടെ മക്കളെ കെട്ടിക്കാറില്ല, അവർക്ക് വീട് വെക്കാറില്ല, അവർക്ക് തിന്നുകൊണ്ട് നടക്കാറില്ല. പാപങ്ങൾക്ക് വേണ്ടിയാ, പാപങ്ങൾക്ക് വേണ്ടിയാ 30 വയസ്സ് കഴിഞ്ഞ പാവപ്പെട്ട പെൺമക്കൾക്ക് ജീവിതം കൊടുക്കാൻ കഷ്ടപ്പെടുന്നവരാ. ഒരു പബ്ലിസിറ്റിയുമില്ല, വലിയ ഫ്ലെക്സ് അടിച്ചു വെക്കാറില്ല. അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കരുതികെട്ട് കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാ, മനസ്സുകൊണ്ടൊരു സദഖയിട്ടോ, മനസ്സുകൊണ്ടൊരു സദഖയെടുക്കുമ്പോ അല്ലാഹുവിനോട് പറയേണ്ടതെന്തെന്നറിയുവോ? ഇന്ന് വരെ ഞങ്ങൾ ആരും നിന്റെ പ്രവാചകനെ കണ്ടിട്ടില്ല നബിയേ. പ്രകാശിക്കുന്ന മുഖമൊന്ന് കാണാ, മരിക്കുന്നതിന് മുമ്പോ, ഇസ്രായേലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പോ, ലോകത്ത് നിന്ന് യാത്ര പറയുന്നതിന് മുമ്പോ മദീനയിലെ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ നേതാവിനെ എനിക്കൊന്ന് കാണാ ഭാഗ്യം തരണേ അല്ലാഹ്. പുണ്യപ്രവാചകനെ ഒന്ന് സ്വന്തം കാണാ എനിക്ക് ഭാഗ്യം തരണേ തമ്പുരാനേ. ഈ സദഖ കൊടുക്കുന്ന കൈകൊണ്ടോ, ഈ സദഖ കൊടുക്കുന്ന കൈകൊണ്ടോ നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങി കുടിക്കാ എനിക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഈ സദഖ കൊടുക്കുന്ന കൈകൊണ്ടോ സ്വർഗത്തിലേക്കുള്ള പാസ് വാങ്ങിയപ്പോ റസൂലുള്ളാഹിന്റെ അതിഥിയായിട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം തരണേ അല്ലാഹ്. എന്ന നിയ്യത്തോടെ ഒരു സദഖ എടുത്തു
പ്രവാചകന്റെ കൂട്ടുകാരിലോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടപ്പിറപ്പുകളിലോ ഈ സദഖ ചെയ്യുന്ന ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. എല്ലാവരും മനസ്സറിഞ്ഞിട്ട് ഒരു സദഖ 3 സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്കെ പറ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്കും. മുഹമ്മദ് മുസ്തഫ എന്തോദിയാ മതി എന്തോദിയാ മതി പറ ചങ്ങാതിമാരെ എന്തോദിയാ മതി. മലയാളം ഞാനും ആ ചങ്ങാതിയും മാത്രമേ പറഞ്ഞു. ഇവിടെ എല്ലാവരും പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചതിന് മലയാളം പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും. ഒന്ന് പ്രസംഗിച്ച ഞാനും പിന്നെ എന്നെ വിളിച്ച ചങ്ങാതി. ഓൻ എന്നെക്കാലം അത് പറയുന്ന ആളാ. എന്നാ കടിച്ചാ പൊട്ടാത്ത വാക്ക് എങ്ങനെ പറയണമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ചങ്ങാതി. കടിച്ചാ പൊട്ടാത്ത വാക്ക് ഇതൊക്കെ പറയണ കേട്ടാ വിചാരിക്കുക അർശന്റെ മുകളിലുള്ള വാക്കാ. എന്തായാലും അള്ളാഹു ശബ്ദം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാ മതി. മരിക്കുന്നതിന് മുമ്പ് ലോകത്തിന്റെ നേതാവിനെ കാണാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ ഒരു ഇൻഷാ അല്ലാഹ് ഉറക്കെ പറഞ്ഞേ പോരാ. അല്ലാഹുവേ ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. നീ പറ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് അവസാനം പറഞ്ഞാൽ മതിയോ? ചിലപ്പോൾ മറന്നുപോകും. ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. സൂറത്ത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ബിസ്മി ഇല്ലാത്തൊരു സൂറത്തുണ്ട്. ഏത് സൂറത്താ? സൂറത്തു തൗബ. ആ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനം ഒരു ആയത്തുണ്ട്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന് തുടങ്ങുന്ന 4 വരിയും കണ്ടുണ്ട്. എത്ര വെള്ളം തോന്നുന്നു? 4 വരി മാത്രമല്ല ഒരു സൂറത്ത്. മഹാനായ മുജാഹിദ് മുഖരി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ശിബിലി റളിയല്ലാഹു തആല അൻഹു അവരുടെ ചരിത്രം പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ ആയത്ത് ആരെങ്കിലും നമസ്കാരം കഴിഞ്ഞ് ഓതിയാൽ മരിക്കുന്നതിന് മുമ്പ് അവന് ലോകത്തിന്റെ നേതാവിനെ സ്വപ്നം കാണാൻ കഴിയും. അല്ലാഹു ഭാഗ്യം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ പറഞ്ഞു മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ 4 കാര്യം സൂക്ഷിച്ചാൽ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് പറഞ്ഞിരട്ടെ. ഇങ്ങോട്ട് നോക്ക്. സ്ക്രീനിൽ നോക്കുന്ന എന്തിനാ? ഞാൻ ഇവിടെ എട്ടടി നീളത്തിൽ നിങ്ങൾ നിൽക്കണ്ടില്ല. ഇങ്ങോട്ട് നോക്ക്. എല്ലാവരും സ്ക്രീനിലാണ് നോക്കണേ. അവിടെ ഗ്ലാമർ ഒന്നും കുറവാണ്. ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒന്നാമത്തെ വഴി സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബഹിക്ക് എഴുന്നേക്കുന്നില്ല സിറാജ് ഉസ്താദ്, പിന്നല്ലേ സുബഹിക്ക് മുമ്പ്? സുബഹിക്ക് തന്നെ എഴുന്നേക്കുന്നില്ല. സുബഹിക്ക് മുമ്പേ വഖത്തിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖബല സുബഹി, സുബഹിക്ക് മുമ്പേ എഴുന്നേക്കുന്നവൻ അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒളിവെടുക്കുക. വഖത്താകുന്നതിന് മുമ്പേ ഉളവെടുക്കുക. അല്ലാഹുവിന് ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് ആണുങ്ങൾ കയറുക, പെണ്ണുങ്ങൾ നിസ്കാര മുസല്ലയിൽ കയറുക. അല്ലാഹു ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഉളവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നിസ്കാര പായിലെത്തി. മരിക്കണ കാലം വരെ അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരും. നാലാമത്തെ കാര്യം, അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം. നാലാമത്തെ കാര്യം, ഈ പറഞ്ഞ 3 കാര്യം എളുപ്പം, പക്ഷെ നാലാമത്തെ കാര്യം നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം. 4 വിത്തർ നിസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തത് സംസാരിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വിത്തർ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത സംസാരിക്കരുത്. നമ്മൾ അപ്പോഴാ പച്ചയിറച്ചി തിന്നുന്ന സമയം. പള്ളിയിൽ നിന്ന് അങ്ങോട്ട് വിത്തർ നിസ്കാരം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയിട്ട് തിന്നാൻ പറ്റുന്നത് പോലെ നമ്മളെ തിന്നും അല്ലേ? വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ടവർ കത്തീര. ഉമ്മ ഒരു റൂമില്, മോനൊരു റൂമില്, മോളൊരു മൊബൈലിലൂടെ. അല്ലാഹു നമുക്ക് ദാരിദ്ര്യം തരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് സൂറത്ത് തൗബയുടെ ഏറ്റവും അവസാനത്തെ ആയത്തോത് പുണ്യ നബിയെ നിനക്ക് മരിക്കുന്നതിന് മുമ്പേ കാണാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.